നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 14 വയസ്സുള്ള ആൺകുട്ടിക്ക് അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തലവേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ആ വേദന വരുന്നത്. വേദന വരുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, മൂക്കിൽ നിന്ന് ഇങ്ങനെ ദ്രാവകം പുറത്തോട്ട് വരും. ഉറങ്ങാൻ ശ്രമിക്കും, പക്ഷേ ഉറങ്ങിയതുകൊണ്ടൊന്നും അത് മാറുന്നില്ല, പിന്നെയും തലവേദന ബാക്കിയുണ്ട്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഇടയ്ക്ക് ഈ തലവേദന വന്ന് ഉണർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു. ഈ തലവേദന ഒരു കഴപ്പ് പോലത്തെ ഒരു വേദനയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രായത്തിലൊക്കെ തലവേദന വന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു തലവേദനയാണോ എന്നാണ് സംശയിക്കുക. പക്ഷേ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ചില പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. ഒരു സൈഡിൽ മാത്രമായിരിക്കും വരിക, പക്ഷേ ത്രോബിങ് പെയിൻ എന്ന് പറയും, ഒരുമാതിരി തുടിക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. ലൈറ്റോ സൗണ്ടോ ഒക്കെ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത വരും, സൗണ്ട് കേട്ടാൽ തലവേദന കൂടും, ഛർദി ഉണ്ടാവും. ഛർദിച്ച് കഴിയുമ്പോൾ മിക്കവാറും ആ തലവേദനയൊന്ന് കുറയുകയും ചെയ്യും. ഇത് പകൽ സമയത്തായിരിക്കും വരുന്നത്, രാത്രിയിൽ വരാറില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. ഇതാണ് മൈഗ്രെയിൻ തലവേദനയുടെ ലക്ഷണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, രാത്രിയിലും ഈ തലവേദന വന്ന് ഉണർന്നു പോകുന്നുണ്ട്. ഈ മൈഗ്രെയിൻ്റെ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല. എന്നാൽ തലവേദന വരുന്ന സമയത്ത് കണ്ണുനീര് വരുന്നു, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് മൂക്കിൽ നിന്ന് സ്രവം വരുന്നു. അപ്പോൾ ഇത് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലുള്ളൊരു തലവേദനയാണ്. ഇപ്പോൾ മൈഗ്രെയിൻ പോലെ തന്നെ സാധാരണമായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന, ഒരുപക്ഷെ ഈ മൈഗ്രെയിൻ കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന തരം തലവേദനയായിരിക്കാം ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്കും മൈഗ്രെയിനും തമ്മിൽ വ്യത്യാസമാണ്. അത് രണ്ടും വ്യത്യാസമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം രണ്ടിൻ്റെയും ചികിത്സ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന തലവേദനയാണ്. അപ്പോൾ ഈ രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന തലവേദനകളായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അത് ഭേദപ്പെടുത്താനുള്ള ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തലയുടെ സ്കാൻ എടുക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഈ സ്കാൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ സ്കാനിൽ എന്തെങ്കിലും തകരാറ് തലച്ചോറിൽ ഉണ്ടാകാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ. അതിലൊന്ന് ഈ തലച്ചോറിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഇൻട്രാക്രൈനിയൽ ടെൻഷൻ കൂട്ടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ തലവേദനയോടൊപ്പം അതികഠിനമായ ഛർദിയും, ആ ഛർദിക്ക് ശേഷം ഒരു സ്ഥലകാലബോധമില്ലായ്മയും വന്നാൽ, മൈഗ്രെയിൻ വന്നാലും തലവേദന കഴിഞ്ഞാൽ ഛർദി വരും, പക്ഷേ മൈഗ്രെയിൻ തലവേദനയിൽ ആ ഛർദി കഴിയുമ്പോൾ അതിനൊരാശ്വാസം കിട്ടുകയാണ് പതിവ്. പക്ഷേ ഛർദി കഴിഞ്ഞാൽ ആളിനൊരു സ്ഥലകാലബോധം വന്നാൽ തീർച്ചയായിട്ടും അത് സ്കാൻ എടുത്ത് നോക്കേണ്ട തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള തലവേദനയാണ്. രാത്രിയിൽ തലവേദന വന്ന് ഉണർന്നു പോകുന്നു, പിന്നീട് ഉറങ്ങാൻ പറ്റുന്നില്ല, തീർച്ചയായിട്ടും ഒന്ന് സ്കാൻ എടുത്ത് നോക്കേണ്ടതാണ്. സമീപകാലത്ത് വീഴ്ചകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സ്കാൻ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തലവേദനയോടൊപ്പം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു പോകുന്നു, കോടിപ്പോകുന്നു, ചുണ്ട് കോടിപ്പോകുന്നു, അല്ലെങ്കിൽ വിരലുകൾ കോടിപ്പോകുന്നു, ഇത്തരം ലക്ഷണങ്ങളുണ്ട്. അല്ലെങ്കിൽ കൈയുടെയോ കാലിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ കരുത്ത് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നു, വീക്കാകുന്നതായിട്ട് തോന്നുന്നു. ഇത്തരം സന്ദർഭങ്ങളിലും നമ്മളൊന്ന് സ്കാൻ എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന സംഗതികൾ അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളൊരു ചികിത്സ കൃത്യമായിട്ട് നൽകിക്കഴിഞ്ഞാൽ ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനും സാധിക്കും. അപ്പം ക്ലസ്റ്റർ ഹെഡേക്കും മൈഗ്രെയിനും അടക്കമുള്ള എല്ലാ തലവേദനകളും പ്രതിരോധിക്കാൻ 1-2 കാര്യങ്ങൾ ചെയ്യാം. നമ്മളൊരു 7 മണിക്കൂറെങ്കിലും ഉറക്കം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക, മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള പരിശീലനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നീ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഇത്തരം തലവേദനകളെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം.